കെട്ടിപ്പുണർന്ന് കിടക്കുന്ന മൃതദേഹങ്ങൾ, കസേരയിലിരുന്ന് ജീവനറ്റവർ, നെഞ്ചുലയിക്കുന്ന മുണ്ടക്കൈ. രക്ഷാപ്രവർത്തകർക്കായി കൈനീട്ടുകയാണ് മുണ്ടക്കൈ. ഇവിടുത്തെ വീടുകൾക്കിടയിൽ ഇനിയും മനുഷ്യരുണ്ട്. രക്ഷാകരം കാത്തുകിടക്കുന്ന ആളുകളിലേക്ക് അതിവേഗമെത്താനുള്ള നടപടികളാണ് അധികൃതർ സ്വീകരിക്കുന്നത്. 4 സംഘങ്ങളായി 150 രക്ഷാപ്രവർത്തകരാണ് ഇന്ന് രാവിലെ മുണ്ടക്കൈയിലെത്തിയത്. എന്നാൽ JCB ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളും മറ്റു സാമഗ്രികളും എത്തിക്കാൻ സാധിക്കാത്തതിനാൽ വിശദമായ പരിശോധന സാധ്യമല്ല. ഡോഗ് സ്ക്വാഡിനെ അടക്കം പ്രയോജനപ്പെടുത്തി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾ തിരയുകയാണ് സംഘം ചെയ്യുന്നത്. താൽക്കാലിക പാലം നിർമ്മിച്ച ശേഷം രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകും. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും ഞെട്ടലും മാറാതെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ക്യാമ്പുകളിൽ കഴിയുകയാണ് രക്ഷപ്പെട്ടവർ. പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി വരുന്നത് മുതൽ 5ഉം 6ഉം മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന കാഴ്ചകൾ വരെയാണ് മുണ്ടക്കൈയിൽ ദുരന്തത്തിൻ്റെ അവശേഷിപ്പുകൾ.